നമുക്ക് നേരിട്ട് സോഫ്റ്റ്വെയറിലേക്ക് തന്നെ പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ കൂടുതൽ ഒരു മൊബൈൽ ആപ്പും കൂടെ ഉണ്ട്. മൊബൈൽ ആപ്പ് കുറച്ച് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് മൊബൈൽ ആപ്പ് നമ്മൾ റിലീസ് ചെയ്യുന്നുള്ളൂ. ആദ്യം വെബ് ആപ്പ് എല്ലായിടത്തും എത്തിയിട്ട് കൺഫേം ആക്കി കഴിയുമ്പോൾ നമ്മൾ മൊബൈൽ ആപ്പ് കൂടെ റിലീസ് ചെയ്യും. എന്നാലും വെബ് ആപ്പ് ആണെങ്കിലും ഇതൊരു മൊബൈൽ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് മൊബൈലിലൂടെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതേ രീതിയിൽ തന്നെ മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇതിന്റെ ലോഗിൻ പ്രോസസ്സ് വളരെ സിമ്പിൾ എന്ന് പറയും. കാരണം ഇതിന് പാസ്വേഡ് ഇപ്പൊ ഇട്ടിട്ടില്ല. എല്ലാവർക്കും OTP ബേസ്ഡ് ആണ് മൊബൈൽ ലോഗിൻ ചെയ്തിരിക്കുന്നത്, ഈ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ ആണ് എല്ലാവരുടെയും യൂസറായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, അപ്പോൾ ഒരു OTP വരുന്നു, അവർക്ക് എല്ലാവർക്കും ലോഗിൻ ചെയ്യാം. ഇത് എല്ലാ യൂസേഴ്സിനും ഇത് കോമൺ ആയിട്ട് ബാധകമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ ഒരു യൂസർ ഉണ്ട്. സ്റ്റേറ്റ് ലെവലിലെ യൂസർക്ക് ജില്ലാ തലത്തിലെ ഉദ്യോഗസ്ഥരെ 14 പേരെ ക്രിയേറ്റ് ചെയ്യാം. ആ ഓരോ ജില്ലാ തലത്തിലുള്ള ആൾക്കാർക്കും അവരവരുടെ കീഴിലുള്ള ബ്ലോക്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ കോർപ്പറേഷനെയും നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാം. പിന്നെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നിലധികം CDS ഉള്ള മുനിസിപ്പാലിറ്റികളാണെന്നുണ്ടെങ്കിൽ അതും ബ്ലോക്ക് തലത്തിൽ തന്നെ ആഡ് ചെയ്യാം. അല്ല, ബ്ലോക്ക് തലത്തിൽ തന്നെ നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ CDS വേണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ CDS ആയിട്ടും ബ്ലോക്ക് തലത്തിൽ തന്നെ ആഡ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ ബോഡി തലത്തിലുള്ള ഒന്നിലധികമോ ഉള്ള, അതായത് മുനിസിപ്പൽ അർബനും ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് അധികമുള്ള CDSകാർക്ക് അവരവരുടെ മൊബൈൽ നമ്പർ അസൈൻ ചെയ്തിരിക്കുന്ന അഡ്മിന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് CDSലേക്ക് ലോഗിൻ ചെയ്യാം. CDSൽ ഇരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും നമ്മളുടെ ഫീൽഡിൽ പോകുന്ന ഏജന്റ് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹൈറാർക്കി. എന്നിട്ട് ഒരു ഏജന്റ് ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജന്റിന് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ കോർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ CDS വരെയുള്ള ആൾക്കാർക്ക് യൂസറിനെ മാനേജ് ചെയ്യുക മാത്രമല്ല, അവർക്ക് റിപ്പോർട്ടുകൾ കാണാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഇപ്പോൾ റിപ്പോർട്ടുകൾ ഒരു ഡ്രിൽ ഡൗൺ ആയിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. ഏത് റിപ്പോർട്ട് എടുത്താലും അതിന് ആദ്യത്തെ സ്റ്റേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ 14 ജില്ലയും അതിന്റെ ടോട്ടലും, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് തലത്തിലും, അത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി തലത്തിലും, അത് കഴിഞ്ഞിട്ട് ADS തലത്തിലും, അതായത് ഏജന്റ് തലത്തിലും ഉള്ള ഡ്രിൽ ഡൗൺ ചെയ്തിട്ടാണ് പറ്റുന്നത്. അതിൽ ലോക്കൽ ബോഡി തലത്തിൽ മാത്രമേ നമ്മൾ എക്സലിൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. മേളിൽ, അതായത് ഒരു ജില്ലയുടെ മൊത്തം എക്സലിൽ ഡൗൺലോഡ് ചെയ്യാനൊന്നും നമ്മൾ ഓപ്ഷൻ ഇട്ടിട്ടില്ല. ഇതെല്ലാം ഒരു ജനറൽ കാര്യമായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ പറയുന്നത്. നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നേരിട്ട് സോഫ്റ്റ്വെയറിലേക്ക് തന്നെ പോവാം. ഞാനിപ്പോ സ്റ്റേറ്റ് തലത്തില് ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ നമ്മളെ ട്രെയിനിങ് പർപ്പസ് ആയതുകൊണ്ട് SMS ഇതാകുന്നില്ല. എല്ലാം 1 2 3 4 5 6 ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഒരു ട്രെയിനിങ് പർപ്പസിനായിട്ട്. അത് കഴിയുമ്പോഴത്തേനും ലൈവ് ആക്കുന്ന സമയത്തേക്ക് OTPയോട് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു സ്റ്റേറ്റ് തലത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മെനു ഈ സോഫ്റ്റ്വെയറിന്റെ ഇടത് സൈഡിലായിട്ടാണ് ഇതിന്റെ പ്രധാന മെനു എല്ലാം വരുന്നത്. അപ്പോൾ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ യൂസറുടെയും റോൾ അനുസരിച്ചുള്ള മെനു അതിനനുസരിച്ച് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് സ്റ്റേറ്റ് തലത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആകെ കൂടി ഇപ്പോൾ ഉള്ള ഒരു ഓപ്ഷൻ ഡിസ്ട്രിക്ട് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഒരു ഓപ്ഷൻ കൂടെ വരുന്നത് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ഇപ്പൊ എനേബിൾ ചെയ്തിട്ടില്ല. റിപ്പോർട്ട് തിങ്കളാഴ്ചയോടുകൂടി റിപ്പോർട്ടും കൂടെ എനേബിൾ ആകും. അപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ സ്റ്റേറ്റ് തലത്തിലെ ലോഗിൻ യൂസർ ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഈ മെനു ഇടത് സൈഡിലെ മെനു നോക്കി കഴിഞ്ഞാൽ ആ മെനു കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് ഏത് തരത്തിലെ യൂസർ ആണെന്ന്. അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതില് ഭാഷ മാറ്റാൻ പറ്റും. ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് മലയാളം കാണണമെങ്കിൽ ഈ മേളിൽ വലത് സൈഡിലുള്ള ഭാഷ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മലയാളം വരും. അതുപോലെ തന്നെ ഇനി തമിഴ് വേണമെന്നുണ്ടെങ്കിൽ തമിഴിലും, അതുപോലെ തന്നെ കന്നഡ വേണമെന്നുണ്ടെങ്കിൽ കന്നഡയും, ഇനി ഹിന്ദിയെ പറ്റുകയുള്ളെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലും നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കന്നഡയുടെ ഭാഷ ഉപയോഗിക്കുന്ന കേരളത്തിന്റെ ഒരു ഭാഗത്തുള്ളവർക്കും, തമിഴ് ഭാഷ ഉപയോഗിക്കുന്ന ഇടുക്കി പോലത്തുള്ള ഭാഷകൾ അവിടെ ഉള്ളവർക്കും ഇതുപോലെ തമിഴും മലയാളവും ഉപയോഗിക്കാൻ പറ്റും. തമിഴും കന്നഡയും ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോ ഇംഗ്ലീഷിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ
ഈ ഭാഷകളിലെ ലേബലുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ആദ്യ സമയത്ത് തന്നെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഷയിൽ മലയാളത്തിലും തമിഴിലും ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യുക. അത് തെറ്റ് ആദ്യത്തെ ഭാഷയിൽ തന്നെ തിരുത്താം. കാരണം തമിഴും കന്നഡയും ഈ ഞങ്ങളുടെ ഡെവലപ്പേഴ്സ് ആർക്കും തന്നെ തമിഴും കന്നഡയും അറിയില്ല. അത് കൂടി ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം മാത്രം അറിയാം. അതുകൊണ്ട് അത് മൂന്നും മാത്രമേ ഒരു പരിധിവരെ വെരിഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും അത്തരം ഇഷ്യൂസ് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. മോശം വാക്കുകളൊന്നും ഇതിൽ ചേരാൻ പാടില്ലാത്തത് കൊണ്ട് കേട്ടാണ്. ഇതാണ് പ്രധാനമായിട്ട് ഏതൊരു യൂസറിനും കാണുന്ന സ്ക്രീൻ. അപ്പൊ ഒരു ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ എല്ലാം റിപ്പോർട്ട് എന്ന മെനുവിലായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷൻ ഉള്ളത്. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് ഈ എക്സലിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റ് തലം മുതൽ ലോക്കൽ ബോഡി തലം വരെയുള്ള റിപ്പോർട്ടുകളെല്ലാം കൗണ്ട് ആയിരിക്കും. അത് എക്സലിൽ ഡൗൺലോഡ് ചെയ്യാനും ലോക്കൽ ബോഡി തലം മുതൽ താഴോട്ടുള്ളതിൽ മാത്രമേ നമുക്ക് ബൾക്കായിട്ട് ഡേറ്റ എക്സലിൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഇടുന്നുള്ളൂ. കാരണം സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഉള്ള ബൾക്ക് ഡേറ്റ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ അതിന്റെ ലോഡ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരം ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ എക്സൽ ഒക്കെ ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെർവറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ചെയ്തു തരാം. അത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ചെയ്ത് തരാം. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു രീതി. ഇപ്പൊ ഇടത് സൈഡിലാണ് മെനു ഉള്ളത്. അപ്പൊ ഇനി നമ്മൾ നോക്കാം, നമുക്ക് ജില്ലാ തലത്തിൽ ഒരു അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു പോയിന്റ് കൂടി ഇതിനകത്തുണ്ട്. എല്ലാ യൂസേഴ്സിനെയും നമുക്ക് ആധാർ വെരിഫൈ ചെയ്യണം. ഇതിനകത്ത് യൂസർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ ഒരു യൂസറായിട്ട് നമ്മൾ കൊടുക്കില്ല. ഏതൊരു യൂസർ, അതായത് സ്റ്റേറ്റ് തലം മുതൽ ഏജന്റ് തലം വരെയുള്ള എല്ലാ യൂസേഴ്സിനെയും നമ്മൾ അവരുടെ ആധാർ വെരിഫൈ ചെയ്താൽ മാത്രമേ അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ആധാർ വെരിഫൈ ആയി എന്നറിയണമെങ്കിൽ ഇവിടെ ഈ സ്ക്രീനിൽ നോക്കിയാൽ ഇതിന്റെ വലതു സൈഡിലായിട്ട് കണ്ടോ ഒരു പച്ച കളറിലെ ഒരു ടിക്ക് വരുന്നുണ്ട്. ഈ പച്ച കളറിലെ ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആധാർ വെരിഫൈ ആയി എന്നാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു യൂസറിനെ ആഡ് ചെയ്യേണ്ടതും അതിന്റെ ആധാർ വെരിഫൈ ചെയ്യുന്നതും ഒരെണ്ണം നോക്കാം. ഇത് തന്നെ ആയിരിക്കും മറ്റുള്ള എല്ലാ യൂസേഴ്സിനും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വേറൊരു ഓപ്ഷനും കൂടെ ഉള്ളത്, പല മെനുവിലും നമുക്ക് ബൾക്ക് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ബൾക്ക് അപ്ലോഡിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ഓരോ എക്സൽ ടെംപ്ലേറ്റുകളുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ടെംപ്ലേറ്റ് ശരിക്കും ഞങ്ങളുടേതായ രീതിയിൽ ടെംപ്ലേറ്റ് റെഡിയാക്കി വെച്ചതാണ്. പിന്നീടാണ് ഇപ്പൊ മനസ്സിലായത് നമുക്കിപ്പോ ഏജന്റ് തലത്തിലേക്ക് ഏകദേശം 25,000 യൂസേഴ്സ് ഉള്ളപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ എക്സൽ ഷീറ്റ് മാനുവലായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായോഗികതയല്ല. അതുകൊണ്ട് ഞങ്ങൾ സോഫ്റ്റ്വെയറിൽ കൂടെ തന്നെ ഇതേ മെനുവിന്റെ വലതു സൈഡിലായിട്ട് നമുക്ക് ഈ ടെംപ്ലേറ്റ്, ഈ ബൾക്ക് അപ്ലോഡിന് വേണ്ടുന്ന എക്സൽ ടെംപ്ലേറ്റ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു സംവിധാനം കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയില്ല. അതായത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ബൾക്ക് ആയിട്ട് നമുക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആ ബൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഓരോ സ്ക്രീനുകൾക്കുള്ള ബൾക്ക് അപ്ലോഡിന്റെ എക്സലുകൾക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അതാത് സ്ക്രീനിലുള്ള ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് എക്സലിൽ ഡേറ്റ എൻ്റർ ചെയ്തിട്ട് ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അല്ല ഓരോരുത്തരായിട്ട് ഓരോ ഡേറ്റയായിട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഡേറ്റയും എൻ്റർ ചെയ്യാം. ഇത് ഞാൻ ഈ പറയുന്നത് കോമൺ ആണ്. ഇത് അങ്ങോട്ടേക്ക് ഇനി പ്രോജക്റ്റ് മൊത്തത്തിലെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. നമുക്കൊരു സാമ്പിൾ ആയിട്ട് ഒരു ജില്ലാ അഡ്മിനിസ്ട്രേറ്ററെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ യൂസറിനെ ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ യൂസർ ക്രിയേറ്റ് ആയി, പക്ഷെ ഇത് വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാം, നമുക്ക് ബൾക്ക് അപ്ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 14 പേരുടെ ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ട് 14 പേരുടെയും വെരിഫൈഡ് അല്ല എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇദ്ദേഹത്തിനെ നമുക്ക് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇദ്ദേഹത്തിനെ വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നുള്ള OTP അതായത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അതായത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് പോകും. അപ്പോൾ ആ മൊബൈൽ നമ്പറിലേക്കുള്ള OTP വന്നിട്ടുണ്ടാവും. പക്ഷെ ആ OTP കൂടെ ഒന്ന് പറഞ്ഞേക്കോ. ആധാർ ലിങ്ക് ഇപ്പൊ നോക്കും, പക്ഷെ ആ യൂസർ വെരിഫൈ ആയിട്ടുണ്ട്, പച്ച കളറിലെ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരായിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ആളുടെ ആധാറിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ വെരിഫൈ ചെയ്യുക. ആളെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചിട്ട് ആളുടെ OTP ഓരോരുത്തരായിട്ട് വെരിഫൈ ചെയ്യുക. കാരണം
ഇൻഡിവിജ്വൽ യൂസേഴ്സിനെ നമുക്ക് ഇതുപോലെ ഓരോരുത്തരെയും നമുക്ക് വെരിഫൈ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തും ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെ ഇനി ഇതിന്റെ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ബൾക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ബൾക്ക് ചെയ്യുവാണെങ്കിൽ ആഡ് ബൾക്ക് ഡിസ്ട്രിക്ട് അഡ്മിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ടാവും എക്സലിൽ. അതിൽ ഇത്രയും കാര്യങ്ങൾ ഡേറ്റ ഉണ്ടാവും. ഈ ഡേറ്റ നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ്, ബൈ ഡിഫോൾട്ട് ഈസ് വെരിഫൈഡ് നോന്ന് ആയിരിക്കും വരുന്നത്. ആധാർ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നോന്ന് ആയിരിക്കും വരുന്നത്. എക്സലിലോട്ട് വരുന്നത്. അതുപോലെ ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. എക്സലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ആധാർ നമ്പർ എക്സലിൽ നമ്മൾ കളക്ട് ചെയ്ത് എടുക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി. ഞാൻ ഇനി അങ്ങോട്ടേക്കുള്ളത് പെട്ടെന്ന് തന്നെ കാണിക്കാം. അപ്പൊ ജില്ലാ തലത്തിലെ ആളിനെ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഇനി നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഹരിസാറായിട്ട് അരുൺ മാഷായിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ശരിക്കും മാഷിന്റെ ഒരു OTP വരേണ്ടതാണ്. ഞാൻ അത് ഇപ്പൊ ഇവിടെ നമ്മൾ അതിന് പകരമായിട്ട് 1 2 3 4 5 6 ആണ് കൊടുത്തിരിക്കുന്നത്. വെറുതെ ഒരു OTP ഇതിന് കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇപ്പൊ നോക്കൂ, നമ്മള് ജില്ലാ തലത്തിലെ കൊല്ലം ജില്ലയുടെ ഒരു യൂസർ ആയിട്ടാണ് നമ്മളിപ്പോ ലോഗിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെനു മാറുന്ന കണ്ടോ. അദ്ദേഹത്തിന്റെ മെനുവിൽ എന്താണ്, ഡാഷ്ബോർഡിൽ ബ്ലോക്ക് അഡ്മിൻ എന്ന തലത്തിലുള്ള ഒരു യൂസറാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ബ്ലോക്ക് അഡ്മിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് തലത്തിലുള്ള ആരൊക്കെയാണ് ഇതിനകത്തുള്ള യൂസർ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ പറഞ്ഞ ബ്ലോക്ക് തലത്തിലെ ഒരു യൂസറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരാളെ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആധാർ ഉപയോഗിച്ച് വാലിഡേറ്റ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് കൺസെപ്റ്റിൽ സമയം എടുക്കുന്നത് കൊണ്ടിട്ടാണ്. അതിൽ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആധാർ നമ്പർ, ഇത് 4ഉം എല്ലാ യൂസർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ബ്ലോക്ക് തലത്തിലെ ആളാവുമ്പോൾ എന്താണ്, നമുക്ക് ജില്ലയിൽ സെലക്ട് ചെയ്തിട്ട് ആ ജില്ലയിലെ ലോക്കൽ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ബ്ലോക്ക് ആണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ കേസിൽ ഇവിടെ ബ്ലോക്ക് എടുത്തപ്പോൾ ഓച്ചിറ, ശാസ്താംകോട്ട, വെട്ടിക്കവല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലോക്കുകളാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു രീതി. ഇതേപോലെ ഇനി ബ്ലോക്ക് തലത്തിൽ നിന്ന് എന്താണ് CDS തലത്തിലേക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആഡ് എന്ന് പറയാം. ബൾക്ക് ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഫുൾ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഇത് എല്ലാവർക്കും എല്ലാ യൂസേഴ്സിനും ബാധകമാണ്. പക്ഷെ അവിടുത്തെ ബാക്കിയുള്ള സെലക്ഷൻ ആണ്, അവർ ഏത് ലോക്കൽ ബോഡീനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള സെലക്ഷൻ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം ഈ ലെവലിൽ നമുക്ക് CDS വരെയുള്ള യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഏത് യൂസറാണോ ലോഗിൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇടത് സൈഡിലെ മെനു നോക്കിയാൽ അദ്ദേഹം ഏത് തരം യൂസർ ആണെന്ന് അറിയാൻ പറ്റും. ആ മെനു വെച്ചിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അതായത് CDS വരെയുള്ള എല്ലാ യൂസേഴ്സിനും ഡാഷ്ബോർഡും അതുപോലെ തന്നെ അവർക്ക് യൂസർ മാനേജ്മെന്റും അതുപോലെ തന്നെ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടുമാണ് മെയിൻ മെനു ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനിനി നേരെ ഒരു ഏജന്റിന്റെ ഭാഗത്തേക്ക് വരുവാണ്. അപ്പൊ നമുക്കൊരു ഏജന്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഏജന്റിനാണ് കൂടുതൽ കാര്യങ്ങളുള്ളത്. അതെ, നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് CDSന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ CDSലെ യൂസർക്ക് ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഏജന്റിനെ കാണാൻ പറ്റുന്നത്. ഞാനിപ്പോ ഒരു ഏജന്റ് ആയിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ആ സ്ക്രീനിൽ മെനുവിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതിന്റെ വ്യത്യാസം കണ്ടോ? ഡാഷ്ബോർഡും ജോബ് സീക്കർ, എംപ്ലോയർ, അതുപോലെ ജോബ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ്, റിപ്പോർട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഏജന്റ് എന്ന ലോഗിനിലുള്ള യൂസർക്ക് വരുന്നത്. അപ്പൊ ഇതില് ശരിക്കും എന്താ പറയണ്ടേ, ഒരു സ്ക്രീനിന്റെ ഓവറോൾ പ്രോസസ്സ് വെച്ച് നോക്കിയാൽ ഏജന്റ് എന്ന് പറയുന്ന ആൾക്കാണ് ഇതിനകത്ത് മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതെങ്കിലും
അതിന് മേലോട്ടുള്ള ആൾക്കാർക്ക് റിപ്പോർട്ടും അതുപോലെ യൂസർ മാനേജ്മെന്റും മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ സോഫ്റ്റ്വെയറിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കിനി ഏജന്റിന്റെ കേസിൽ നോക്കാം. ഏജന്റിന്റെ കേസിൽ നമുക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കാം. ഒന്ന്, ജോബ് സീക്കറെ ആഡ് ചെയ്യാം, എംപ്ലോയറെ ആഡ് ചെയ്യാം, അതുപോലെ ജോബ് ലിസ്റ്റ് ചെയ്യാം. അതായത് എംപ്ലോയറിന്റെ അണ്ടറിലുള്ള ജോബുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് മെന്ററിനെ ആഡ് ചെയ്യാം, പിന്നെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ എടുക്കാം. ഓക്കെ, ഇതില് നമുക്കിപ്പോ മെന്ററിനെ കുറിച്ച് നമ്മളിപ്പോ കൂടുതൽ നോക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മെന്റർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് ജോബ് സീക്കറും എംപ്ലോയറും ജോബുമാണ്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതില് ഹൈറാർക്കി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു എംപ്ലോയറിനെ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ യൂസർ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ സെയിം ലോജിക്ക് തന്നെയാണ്, അതേപോലത്തെ വിൻഡോ തന്നെയാണ്. നേരിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ഫയൽ ഉപയോഗിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു എംപ്ലോയറിനെ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് ബൾക്കായിട്ടും അപ്ലോഡ് ചെയ്യാം, അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടും അപ്ലോഡ് ചെയ്യാം. നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് എന്താണ് ഏജന്റിന് വേണ്ടത്. ഒന്ന്, എംപ്ലോയറിനെ ആഡ് ചെയ്യാനും, രണ്ട്, എംപ്ലോയറിന്റെ കീഴിലുള്ള ജോബ്സ് ലിസ്റ്റ് ചെയ്യാനും, അതെ, ജോബ് ആഡ് ചെയ്യാനും, മൂന്ന്, ഈ പറയുന്ന പോലെ ജോബ് സീക്കേഴ്സിനെ ആഡ് ചെയ്യാനും. അപ്പൊ അത് നാലാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോബ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതില് ജോബ് സീക്കേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഒരു സ്ക്രീനും കൂടെ ഉണ്ട്. ആ സ്ക്രീൻ ഞാൻ എങ്ങനെ വരുന്നു എന്നുള്ളത് ഇപ്പൊ പറയാം. അപ്പൊ നിങ്ങൾക്ക് അന്നേരം വരുമ്പോഴത്തേന് ആ ഒരു ഐഡിയ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഏജന്റിനകത്തുള്ളത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. എംപ്ലോയറിനെ ആഡ് ചെയ്യാം, അത് കഴിഞ്ഞ് എംപ്ലോയറിന്റെ കീഴിലുള്ള ജോബ് ആഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ജോബ് സീക്കേഴ്സിനെ ആഡ് ചെയ്യാം, അത് കഴിഞ്ഞ് നാലാമതായിട്ട് ഈ പറയുന്ന ജോബിലേക്ക് ജോബ് സീക്കേഴ്സിനെ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ജോബ് പറയുന്ന അനുസരിച്ച് 5 വേക്കൻസി, 5 ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു ഏജന്റ് നോക്കിയിട്ട് അതിനകത്തൊരു എന്താണ് നല്ല ഒരു 2 കാൻഡിഡേറ്റിനെ കൊടുത്തു, അതിലൊരാളെ സെലക്ട് ആയി. അപ്പൊ സെലക്ട് ആയി കഴിയുമ്പോഴത്തേനും ആ സെലക്ട് ആയ ആളിനെ ആ പറയുന്ന ജോബിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായി, 5 വേക്കൻസിയിൽ ഒരാളെ ആഡ് ചെയ്തപ്പോ ഇനി 4 പേരെ എടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക്. എംപ്ലോയറിന്റെ കേസിൽ, ഈ പറയുന്ന എംപ്ലോയറിന്റെ കേസിൽ നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പെട്ടെന്ന് വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയറിൽ പോയിട്ട് ജോബ് ലിസ്റ്റ് ചെയ്തതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഈ സ്ക്രീനിൽ എന്താണ് ക്രിയേറ്റഡ് ബൈ എന്ന് ഇരിക്കുന്ന ആ ഭാഗത്ത് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പർ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ് ഏതാണോ അത് അവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ലെവലിലേക്കാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടുന്ന സമയത്തേക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പൊ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയറിനെ ആഡ് ചെയ്യുക, എന്നിട്ട് ജോബ്സിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ജോബിന്റെ ലിസ്റ്റ് അവിടെ വിൻഡോ കാണിക്കും, പേജിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് ആഡ് ജോബ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരിട്ട് തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജോബുകളെല്ലാം ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ജോബ് എത്ര വേണേലും അതിനകത്ത് ആഡ് ചെയ്യാം. ഓരോ ജോബിന്റെയും ആഡ് ചെയ്യുന്ന സ്ക്രീൻ ഇത് അടുത്തത് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു എംപ്ലോയറിനെ ആഡ് ചെയ്യുന്ന രീതിയും കൂടെ കാണിക്കുകയാണ്. അപ്പൊ ഒരു എംപ്ലോയറിനെ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് കൊടുക്കാം, ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ നമുക്കൊരു മൊബൈൽ നമ്പറും കൂടെ കൊടുക്കാം. അപ്പോൾ ഒരു എംപ്ലോയറിനെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പൊ എംപ്ലോയറിന്റെ OTP വെരിഫൈ ചെയ്യേണ്ടതാണ് ആക്ച്വലി, പക്ഷെ ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, എംപ്ലോയറിന്റെ സ്ക്രീനാണ് ഈ കാണുന്നത്. ഈ സ്ക്രീൻ പോലെ തന്നെ ആയിരിക്കും എന്താണ് ഇനി അങ്ങോട്ടേക്ക് ജോബ് സീക്കറിന്റെയും അതുപോലെ ഏജന്റിന്റെയും ജോബിന്റെ ഒക്കെ സ്ക്രീൻ ഏകദേശം ഇതേ ഡിസൈൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഡിസൈൻ എല്ലാം കോമൺ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരെണ്ണം ഓർത്തൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെല്ലാം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു എംപ്ലോയറിന്റെ പേരാണ്. അപ്പോ കൊല്ലത്ത് ഭീമ ജ്വല്ലറി, അവിടുത്തെ ആളുടെ ആധാർ നമ്പർ ആക്ച്വലി വരേണ്ടതാണ് നമുക്ക്. അതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ 12 ഡിജിറ്റുള്ള ഒരു നമ്പറാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇമെയിൽ ID കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മൾ ഈ എംപ്ലോയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസ് നമ്പർ ആണ് നമ്മുടെ ഈ എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുണീക്ക് കീ ആയിട്ട് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം, എംപ്ലോയർ അല്ല, സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന യുണീക്ക് കീ ആയിട്ട് കൂട്ടിയിരിക്കുന്നത് അതിന്റെ ലോക്കൽ ബോഡിയുടെ ലൈസൻസ് നമ്പർ ആണ്. ഇപ്പൊ സിറ്റി ഏരിയയിൽ വലിയ വലിയ കമ്പനികൾക്ക് കുഴപ്പമില്ല, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ലൈസൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലൈസൻസ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ലോക്കൽ ബോഡി വൈസ് യുണീക്ക് ആണ് ഈ ലൈസൻസ് നമ്പർ.
ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഓണാണോ റെഫറൽ വഴിയാണോ വന്നിരിക്കുന്നതെന്നും ഡേറ്റ എവിടെ നിന്നാണ് നമ്മൾ ഏത് ലെവലിലാണ് കളക്ട് ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഏത് ക്യാമ്പയിൻ അഗൻസ്റ്റ് ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നതെന്നും പറഞ്ഞിട്ട്, പിന്നെ ജില്ല ഏത് ജില്ലയാണ്, അതുപോലെ ഏത് ലോക്കൽ ബോഡിയാണ്. നമുക്ക് ആഡ് ചെയ്യാം, മാസ്റ്ററിൽ ആഡ് ചെയ്യാം. ക്യാമ്പയിന്റെ കേസിൽ നമുക്ക് ഗ്ലോബലി ഉള്ള ഒരു സെറ്റിംഗ്സ് ആണ്, അതിലേക്ക് ക്യാമ്പയിനെ ആഡ് ചെയ്യാം. എത്ര ക്യാമ്പയിൻ വേണേലും ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഭീമ ജ്വല്ലറി ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓച്ചിറ ബ്ലോക്കിന്റെ കീഴിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഭീമ ജ്വല്ലറി ഉള്ളതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിലെ 10ാമത്തെ വാർഡിലാണ് ഈ സ്ഥാപനം ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് അറ്റാച്ചും കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കൂടി ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു എംപ്ലോയറുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ പേരും അതിന്റെ എംപ്ലോയറിന്റെ ആധാർ നമ്പറും അതുപോലെ തന്നെ ലൈസൻസ് നമ്പറും, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സ്ഥാപനത്തിന്റെ അഡ്രസ്സും. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അഡ്രസ് എന്ന് പറയുമ്പോൾ ലോക്കൽ ബോഡിയും അതുപോലെ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ നമ്പർ. ഇപ്പൊ ഇത്രയും ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഭീമ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ് ആധാർ വെരിഫിക്കേഷൻ. സ്ക്രീൻ ഇവിടെ അവൈലബിൾ ആണ്, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ. അപ്പൊ എങ്ങനെ എംപ്ലോയറിനെ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ എംപ്ലോയറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമുക്ക് എംപ്ലോയറിന്റെ ഒരു ലൈസൻസ് നമ്പർ ഉണ്ട്. ഈ ലൈസൻസ് നമ്പർ ബേസ് ചെയ്തിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ജോബിനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഒരു കൺഫ്യൂഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ചേഞ്ച് വരുത്തി. അപ്പോ ഇപ്പോഴത്തെ സ്ക്രീനിൽ ആ ചേഞ്ച് വരുത്തിയത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ്. ഇവിടെ എംപ്ലോയറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയറിന്റെ ജോബിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അത് ലൈവ് ആകുന്ന സമയത്തേക്ക് അത് പോകുന്നതാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജോബ് ലിസ്റ്റ് എടുത്തിട്ട് എന്റെ എംപ്ലോയറിന്റെ താഴെയുള്ള ജോബ് ലിസ്റ്റ് എന്ന് മെനു എടുക്കുന്നു. ജോബ് ലിസ്റ്റ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ ജോബ് ആഡ് ചെയ്യുകയാണ്. അപ്പൊ ജോബിന്റെ ഇത് ഇപ്പൊ എനിക്ക് ഭീമ ജ്വല്ലേഴ്സിലേക്ക് 5 ഡ്രൈവറാണ് വേണ്ടത്. ജോബിന്റെ കാറ്റഗറി ഏത് തരത്തിലുള്ള അറ്റ്ലീസ്റ്റ് എന്താണ് അവരുടെ വിദ്യാഭ്യാസം വേണ്ടത്, അതുപോലെ പെർമനന്റ് ആണോ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എങ്ങനെയാ വേണ്ടത്, ജോബിന്റെ എന്ന് വരെയാണ് നമുക്ക് അതിന്റെ ഒരു വേക്കൻസി വേണ്ടത്, എക്സ്പയറി ഡേറ്റ് പറയാൻ പറ്റും. അതുപോലെ എത്ര വേക്കൻസി ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ 5 വേക്കൻസി എന്നാ പറയുന്നത്. അപ്പോ 4 വീലർ ഇനി വേണ്ടത് ആ എംപ്ലോയറുടെ ഇതാണ്. അതായത് നമ്മൾ ജോബിന്റെ പേരെല്ലാം ആഡ് ചെയ്തിട്ട് ആ എംപ്ലോയറുമായിട്ട് ലിങ്ക് ചെയ്യണമല്ലോ. അപ്പം ഓക്കെ. അപ്പൊ ഇപ്പോൾ ഞാൻ വേറൊരു സാമ്പിൾ ആയിട്ട് കാണിക്കുവാണ്. അപ്പൊ അവിടെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയറിനെ തൽക്കാലത്തേക്ക് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വേക്കൻസി ഉള്ള ജില്ലയും ലോക്കൽ ബോഡിയും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടി വരില്ല. ഇനി ക്വാളിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എത്രയാ വേണ്ടെന്നുള്ളത് ഒരു റേഞ്ച് ഉണ്ട്, അത് കൊടുക്കാൻ പറ്റും. അതുപോലെ മിനിമം ഏജ് റിക്വയർഡ് എത്രയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ സാലറിയുടെ കേസിൽ എമൗണ്ട് കൃത്യമായിട്ട് കൊടുക്കുവാണ്, റേഞ്ച് അല്ല. ഓക്കെ. പിന്നെ സ്കില്ല് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് നമുക്ക് ടൈപ്പ്. കോമ്പൻസേഷൻ സാലറി എമൗണ്ട് അവിടെ നമ്മൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, റേഞ്ച് അല്ല. സാലറി മന്ത്ലി ആണോ വീക്ക്ലി ആണോ ഡെയിലി ആണോ എന്നുള്ളത് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതൊക്കെ ലൊക്കേഷനിലാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്, ഈ ജോബ് ഏത് ലൊക്കേഷനിലാണ് ഈ ആളെ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത്രയുമാണ് ഒരു ജോബിനകത്ത് വേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ്, നേരത്തെ പറഞ്ഞു ഒരു സ്ഥാപനം
ക്രിയേറ്റ് ചെയ്തു, അതായത് ഭീമ ജ്വല്ലറി ക്രിയേറ്റ് ചെയ്തു, ഏത് ലോക്കൽ ബോഡി ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഭീമ ജ്വല്ലറിയുടെ കീഴിൽ നമ്മളിപ്പോൾ ഒരു ഡ്രൈവറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 5 എണ്ണമാണ് ഉള്ളത്, ഫുൾ ടൈം ആണ്, 20,000 രൂപയാണ് ശമ്പളം. ഇത്രയും നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, ഇത്രയുമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജോബ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഏതൊക്കെ സ്ഥാപനത്തിൽ എത്ര ജോബ് ആണെന്നുള്ളത് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ചേഞ്ചും കൂടെ ഇവിടെ വരുത്തിയിട്ടുണ്ട്, അതും റിഫ്ലക്ട് ആയിട്ടില്ല. അതായത് ഒരു ഏജന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജന്റ് ഏത് ലോക്കൽ ബോഡിയുടെ അണ്ടറിലാണ് വരുന്നത്, ആ ലോക്കൽ ബോഡിയുടെ എല്ലാ ജോലിയുമായിരിക്കും നമുക്ക് ഇവിടെ ജോബിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് ജോബ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലാണ് ജോബ് ലിസ്റ്റിംഗ് വരുന്നത്. ഒന്ന്, നമ്മൾ ഒരു ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയറിനെ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ജോബ്സ് എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറിന്റെ കീഴിലുള്ള ജോബ്സ് ലിസ്റ്റ് ചെയ്യുകയും, അല്ല നമ്മൾ ഈ ഇടത് സൈഡിലെ മെനു വഴി ജോബ് ലിസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ആ ലോക്കൽ ബോഡിയിൽ, അതായത് ആ ഏജന്റ് നിൽക്കുന്ന ലോക്കൽ ബോഡി ഏതാണോ ആ ലോക്കൽ ബോഡിയുടെ ജോബ് എല്ലാമാണ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ജോബ് വെച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ജോബ് സീക്കറിനെ കണ്ടെത്തി അദ്ദേഹത്തിനെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞയക്കാനും അദ്ദേഹത്തിന് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ജോബിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷനാണ് ഈ 2ാം ഘട്ടമുള്ളത്. അപ്പൊ നമുക്കിനി ജോലി വേണ്ട ആൾക്കാരെയും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ എംപ്ലോയറിനെ എങ്ങനെയാണോ ആഡ് ചെയ്തത് അതുപോലെ തന്നെയാണ് ജോബ് സീക്കറും. ജോബ് സീക്കർ എടുക്കുന്നു, നേരത്തെ പറഞ്ഞ എല്ലാ പ്രോസസ്സും എല്ലാവരുടെയും ഒരുപോലെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല. അപ്പൊ ഇവിടെ എന്താണ്, ബൾക്കായിട്ടും അപ്ലോഡ് ചെയ്യാം, അതുപോലെ ഒരാളായിട്ടും ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ജോബ് സീക്കർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലൊരു മൊബൈൽ നമ്പർ കൊടുക്കാം. ഇവിടെ ഒരു ജോബ് സീക്കറിന്റെ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഡീറ്റെയിൽസ് ആണ്. എംപ്ലോയറിനെ ആഡ് ചെയ്തതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. പക്ഷെ കുറച്ച് കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നാഷണാലിറ്റി, അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് അഡ്രസ്സ്, ഏത് ലോക്കൽ ബോഡിയിലാണുള്ളത്, ഏത് വാർഡ് നമ്പർ ആണുള്ളത്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ശരിക്കും ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഏതൊക്കെ തലത്തിലെ എഡ്യൂക്കേഷൻ ഉണ്ട് ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ടിട്ട്, മീൻസ് എങ്ങനെയാണ് നമുക്ക് ലോക്കൽ ലെവലിലേക്ക് എങ്ങനെ പോകുമ്പോൾ ഡ്രോപ്പ് ഡൗണിലൊക്കെ ഇനി തികയാതെ വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് എഡ്യൂക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. n നമ്പർ ഓഫ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എത്ര വേണേലും ആഡ് ചെയ്യാം. അതായത് ഓരോ എഡ്യൂക്കേഷൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആഡ് എഡ്യൂക്കേഷൻ എന്നൊരു ബട്ടൺ വലത് സൈഡിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെയും ആഡ് എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര വേണേലും എഡ്യൂക്കേഷൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. വേണ്ട എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഇതേപോലെ തന്നെയാണ് ജോബിന്റെ പ്രിഫറൻസ് ഉള്ളത്. അത് എന്ത് തരത്തിലെ ജോലിയാണ്, ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ പുള്ളിക്ക് താല്പര്യം, അതുപോലെ ഏത് ഇൻഡസ്ട്രിയാണ് താല്പര്യപ്പെടുന്നത്, അതുപോലെ എന്ത് റോളാണ് താല്പര്യപ്പെടുന്നത്, ഏകദേശം ഒരു സാലറി എക്സ്പെക്ടേഷൻ പറയണം. അത് കഴിഞ്ഞിട്ട് ഏത് ലൊക്കേഷനിലാണ്, പ്രിഫറബിളി ഏത് ലൊക്കേഷനിലാണ് താല്പര്യം, പിന്നെ നിലവിൽ എംപ്ലോയി ആണോ, ആണെങ്കിൽ എവിടെയാണ്, അല്ല എങ്കിൽ കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്ലിക്കന്റിന്റെ സോഴ്സ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്, ഏജന്റ് ആണ് ഇതെല്ലാം കൊടുക്കേണ്ടത്. പിന്നെ റെസ്യൂമേ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റെഫറൽ ലെറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സ്കില്ല്, എത്ര വേണേലും സ്കില്ല് ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഹിസ്റ്ററി, വർക്കിന്റെ ഹിസ്റ്ററി നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ആഡ് വർക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വർക്ക് ഹിസ്റ്ററി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്കില്ല് ആഡ് ചെയ്യാനും മൾട്ടിപ്പിൾ സർട്ടിഫിക്കേഷൻസ് ആഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇത്രയും മാത്രമാണ് ഒരു ജോബ് സീക്കറിന്റെ കാര്യങ്ങളിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോബ് സീക്കറിന്റെ ഡേറ്റയും നമ്മുടെ ഇവിടെ സേവ് ആകും. സേവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റിൽ ഇത് കാണാൻ പറ്റും. ഈ ജോബ് സീക്കറിന്റെ ലിസ്റ്റിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിനകത്തുള്ള കോമൺ ആയിട്ടുള്ള സാധനം. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 4ാമതൊരു ഘട്ടവും കൂടെ ഇതിനകത്തുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിലേക്ക് ഒരാളെ കൊടുത്താൽ ആ ആളെ, ആ ജോബ് സീക്കറിലേക്ക് ആഡ് ചെയ്ത ഒരാളെ നമുക്ക് ജോബിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഒരു സ്ക്രീനും കൂടെ വരും. അത് ഈ ജോബ് ലിസ്റ്റിനകത്താണ്. ഒരു ജോബ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ജോബിനകത്തോട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ജോബ് സീക്കറിനെ ലിങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആപ്ലിക്കേഷനിൽ പറയാനായിട്ടുള്ളത്.